പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നിസാ എന്ന ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. ആ സൂറത്തുൻ നിസായിൽ അല്ലാഹു ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരധ്യായമാണ്. ലോക സമുദായത്തെ മുഴുവനും മനുഷ്യവർഗത്തെ വിളിച്ചുകൊണ്ട് പടച്ചവന്റെ പ്രഖ്യാപനം യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ, മനുഷ്യവർഗമേ, ആഗോള ജനതയെ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷണിക്കുകയാണ് അവനിലേക്ക്. എല്ലാവരെയും അല്ലാഹു ക്ഷണിച്ച് ആദ്യമായി അവരോട് പറയുന്ന ഒരു ഉത്ബോധനം, ഇത്തഖൂ റബ്ബക്കും, തങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അവനെ വഴിപ്പെടണമേ, അവനെ ഭയപ്പെടണമേ, അവനെ അനുസരിക്കണമേ, അവന്റെ മുന്നിൽ നിങ്ങളുടെ നെറ്റിത്തടം സമർപ്പിക്കണമേ. ലോകമേ, ലോകത്തോട് മുഴുവനുമുള്ള പ്രഖ്യാപനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്നാസ്, മനുഷ്യവർഗത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അത് ഉൾക്കൊള്ളാൻ അല്ലാഹുവിന്റെ ആഗ്രഹം. പക്ഷേ അത് ഉൾക്കൊണ്ടത് കുറെ വിശ്വാസിനികൾ മാത്രമാണ്. അലം തറ അന്നല്ലാഹ് യസ്ജുദു ലഹു മാ ഫിസ് സമാവാത് വമാ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. നബിയെ, അങ്ങ് കാണുന്നില്ലയോ ആകാശലോകവും ആ ആകാശലോകത്തുള്ളവരും ഈ പ്രവിശാലമായ ഭൂമിയിലുള്ളവരും സകലമാന വസ്തുക്കളും ജിന്നുവർഗവും മനുഷ്യവർഗത്തിൽ അധികം പേരും സസ്യലതാദികളും വൃക്ഷലതാദികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും താരാപഥങ്ങളും ഉൽക്കകളുമെല്ലാം റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ശിരസ്കരാവുകയും വിനയാന്വിതരാവുകയും ആ റബ്ബിന് വേണ്ടി പ്രകീർത്തനങ്ങൾ അർപ്പിക്കുകയും റബ്ബിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങ് കണ്ടില്ലയോ നബിയേ? വകസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികം പേരും അല്ലാഹുവിനെ നമിക്കുന്നവരത്രേ. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, പക്ഷേ മനുഷ്യവർഗത്തിൽ അധികം പേരും അല്ലാഹുവിനെ ധിക്കരിച്ചവരാണ്. അതുകൊണ്ട് റബ്ബ് ലോക ജനതയെ നോക്കിക്കൊണ്ട് പ്രഥമമായി വിളിച്ചു പറയുന്ന സത്യമാണ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഏ മനുഷ്യവർഗമേ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ഭയപ്പെടണമേ. നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചതവനാണ്. നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചത് ആ നാഥനത്രേ. അതിൽ നിന്നാണ് നിങ്ങളുടെ ഇണയെയും സഖിയെയും തുണയെയും തിരഞ്ഞെടുത്തത്. അത് റബ്ബ് തന്നെയാണ്. അവനാണ് ഏകൻ, അവനാണ് ഇലാഹ്, അവനല്ലാതെ ഒരാരാധ്യനില്ല തന്നെ. വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ,
ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ ധാരാളം പെൺകുട്ടികളെയും ധാരാളം ആൺകുട്ടികളെയും ഈ ബൃഹത്തായ ലോകത്തിന് സമ്മാനിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ഭയപ്പെടണമേ, വഴിപ്പെടണമേ. പുരുഷന്മാരെ, നിങ്ങളുടെ കഴിവല്ല കുറെ കുട്ടികൾക്ക് ജന്മമുണ്ടാക്കിയെടുക്കുക. സ്ത്രീവർഗമേ, നിങ്ങളുടെ കഴിവല്ല കുറെ കുട്ടികൾക്ക് നിങ്ങൾ ജന്മം നൽകുക. ഇതിനെ മുഴുവനും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നത് ലോകത്തിന്റെ അതിപരാശക്തിയായ പടച്ച തമ്പുരാനാണ്. ആ റബ്ബാണ് നിങ്ങളോട് പറയുന്നത്, അവൻ മാത്രമാണ് ഇലാഹ്, അവനല്ലാതെ ഒരു ഇലാഹില്ല തന്നെ. അവനാണ് ഈശ്വരൻ, അവനാണ് പ്രജാപതി, അവനാണ് ഹിരണ്യഗർഭൻ, അവനാണ് സ്രഷ്ടാവ്, അവനാണ് നിഖില സ്തുതികൾ, അവനാണ് അഖില സ്തുതികൾ, അവനാണ് സങ്കീർത്തനങ്ങൾ, അവനാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. ലോകത്തുള്ള സകലമാന വസ്തുക്കളും ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോൾ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങൾക്ക് അല്ലാഹു കുട്ടിയെ തരുന്നത്, അത് റബ്ബിന്റെ കഴിവാണ്. അവനാണ് അതിന്റെ ഉടമസ്ഥൻ. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ നാഥനെ നിങ്ങൾ ഭയപ്പെടണമേ, മാനവ സമൂഹമേ. പരിശുദ്ധ ഖുർആൻ ലോകത്തോടുള്ള പ്രഖ്യാപനം, ലോക ജനതയോടുള്ള പ്രഖ്യാപനം. കാരണം വൈവാഹിക ജീവിതം മുസ്ലിമീങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, സകലമാന മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. അമുസ്ലിമീങ്ങളടക്കമുള്ളവർ ബന്ധപ്പെടുന്ന ഒരു കർമ്മമത്രേ വൈവാഹിക ജീവിതം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി പറയുന്നു അടുത്ത ആ ആയത്തിന്റെ ബാക്കി ഭാഗത്തിലൂടെ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ നമിക്കുന്നത്, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ കുടുംബ ജീവിതത്തെ ഭയപ്പെടണമേ, ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഭയപ്പെടണമേ, വൈവാഹിക ജീവിതത്തെ ഭയപ്പെടണമേ. അത് കളിയല്ല, അത് ചിരിയല്ല, അത് രസമല്ല, അത് കേവലം നിസാരമായ ജീവിതമല്ല. വിവാഹം കഴിക്കുക, ശാരീരിക സുഖം അനുഭവിക്കുക, അവളെ മൊഴി ചൊല്ലുക, മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുക, അവളുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുക, വീണ്ടും അവളെ ഒഴിവാക്കുക, മറ്റൊരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുക. ഇതല്ല ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന വൈവാഹിക ജീവിതം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്, യുവാക്കളെ, യുവതികളെ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പോലെ തന്നെ ഭാര്യയെ നിങ്ങൾ ഭയപ്പെടണമേ, ഭർത്താവിനെ ഭയപ്പെടണമേ, ഭാര്യ ഭർത്തൃ ജീവിതത്തെ ഭയപ്പെടണമേ, കുടുംബ ബന്ധത്തെ ഭയപ്പെടണമേ. കാരണം ഇതൊരു ബലിഷ്ഠമായ കരാറത്രേ, ബലിഷ്ഠമായ കരാർ. അതാണ് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം വൈവാഹിക ജീവിതത്തിന് നൽകുന്ന സന്ദേശം. കേവലം നിങ്ങൾക്ക് അടിച്ച് പന്ത് കളിക്കാൻ പറ്റിയ ഒരു തമാശയല്ല ഭാര്യ, അതേപോലെ പന്ത് കളിക്കാൻ പറ്റിയ ഒരാളല്ല, ഉപകരണമല്ല ഭർത്താവ്. സ്വർഗം കൊണ്ട് തുടക്കം കുറിച്ച ഒരു കർമ്മമാണ് വൈവാഹിക ജീവിതം. അത് ഈ ദുനിയാവിൽ നിലച്ചു പോകുന്നില്ല, അത് സ്വർഗം വരെ എത്തിച്ചേരുന്ന ഒരു കർമ്മമത്രേ. സ്വർഗം കൊണ്ട് തുടങ്ങിയ കർമ്മം അത് സ്വർഗത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബീവി ഹവ്വയുമായുള്ള ബന്ധമാണ് സ്വർഗത്തിൽ വിവാഹത്തിന് തുടക്കം. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നാളെ സ്വർഗത്തിൽ ഈ ഭാര്യ, ഈ ഭർത്താവ് അവിടെ ഒരുമിച്ച് കൂടും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിക്കുകയാണ്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഈ
ദുനിയാവിലെ അമ്പര ചുംബികളായ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന പെണ്ണ്, അവളുടെ തുണയായ ആണ്, അവൾ മരണപ്പെട്ടാൽ, അവൻ മരണപ്പെട്ടാൽ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നമ്മളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്ന കർമ്മമല്ല കുടുംബജീവിതം. ആ ഭാര്യമാരും ആ ഭർത്താക്കന്മാരും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. മാതാക്കളും പിതാക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും കുടുംബക്കാരും കുടുംബിനികളും ഗൃഹനാഥനും ഗൃഹനാഥയുമെല്ലാം സ്വർഗലോകത്ത് അവർ പരിലസിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അസ്തമിച്ചു പോകുന്ന ഒരു കർമ്മമല്ല വൈവാഹിക ജീവിതം. ഈ ദുനിയാവിലും ആഖിറത്തിലും നിലനിൽക്കേണ്ട ഒരു കർമ്മമത്രേ വൈവാഹിക ജീവിതം. അതാണ് അല്ലാഹു പറയുന്നത്, വൽ അർഹാം. നിങ്ങൾ ആ കല്യാണത്തെ, ആ വിവാഹത്തെ, ആ വിവാഹ ജീവിതത്തെ നിങ്ങൾ ഭയപ്പെടണമേ, സൂക്ഷിക്കണമേ. അത് കളിയല്ല, അത് നിസാരമല്ല. വിവാഹം എന്താ നിങ്ങൾ ധരിച്ചത്? നമ്മുടെ ശാരീരിക ഇച്ഛ പൂർത്തീകരിക്കുന്ന ഒരു മാനദണ്ഡം മാത്രമാണോ വിവാഹം? ഏയ്, സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള ഒരു കർമ്മമാണ് വിവാഹം. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വിവാഹം കഴിക്കണം. ലാ സറൂറത ഫിൽ ഇസ്ലാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല. സ്വർഗത്തിൽ കടക്കണമോ നിങ്ങൾ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെടണമേ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുനാ ബിൽ ബഅ വയൻഹാ അനി തബത്തുലി നഹിയൻ ശദീദാ. വൈവാഹിക ജീവിതത്തെ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു, പ്രചോദനം ചെയ്യുമായിരുന്നു. അവിവാഹിതനാകുന്നതിൽ നിന്ന് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ശൈലി എന്താണ്? വിവാഹം കഴിക്കാൻ കൽപ്പിക്കും, കല്യാണം കഴിക്കൂ, കല്യാണം കഴിക്കൂ. ആരെങ്കിലും ക്രോണിക് ബാച്ചിലറായിട്ട് നടക്കുന്നുവെങ്കിൽ അവനെ താക്കീത് ചെയ്യും, അത് നടക്കരുത്. ഇസ്ലാം അത് വെറുക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം കഴിക്കണം. അവിവാഹിതനാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ മാത്രം, അതല്ലാതെ അവിവാഹിതനാകാൻ പാടില്ല. ക്രോണിക് ബാച്ചിലർ ആകാനും പാടില്ല. കല്യാണത്തിനുള്ള ആഫിയത്ത്, ആരോഗ്യം വന്നു കഴിഞ്ഞാൽ കഴിച്ചുകൊള്ളണം. എന്തേ കല്യാണം കഴിക്കാത്തത്? സമയമായിട്ടും വിവാഹം കഴിക്കാത്തത് എന്ത്? സമ്പത്തില്ല. അതാണ് പറയുന്ന ഒരു മാനദണ്ഡം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, സലാസത്തുൻ, മൂന്ന് കൂട്ടർ, ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനത്രേ. മൂന്ന് പേരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനാണ്. ഒന്ന്, അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ രണഭൂമിയിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ, വീരമൃത്യു വരിക്കാൻ തയ്യാറുള്ള വ്യക്തിയാരോ അവരെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. രണ്ട്, പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ കൊതിക്കുന്ന യുവാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ സഹായിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധി ആഗ്രഹിച്ച് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആരാണോ അവരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, وَأَنكِحُوا الْأَيَامَ مِنكُمْ وَالصَّالِحِينَ مِنْ عِبَادِكُمْ وَإِمَائِكُمْ إِنْ يَكُونُوا فُقَرَاءَ يُغْنِهِمُ اللَّهُ مِنْ فضله والله واسع عليم. നബിയേ,
നബിയേ, ഹബീബായ തങ്ങളെ, വിശ്വാസികളായ വിശ്വാസിനികളായ നല്ലവരായ സദ്വൃത്തരായ അടിമകളായ അടിമ സ്ത്രീകളായവരിൽ നിന്ന് വിവാഹത്തിന് അവരോട് നിങ്ങൾ പ്രചോദനം ചെയ്യണമേ. ഇയകൂനു ഫുഖറാ, ഒരുപക്ഷെ അവർ സാധുക്കളാണെങ്കിൽ, അവർക്ക് സമ്പത്ത് കുറഞ്ഞവരാണെങ്കിൽ, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്താൽ അള്ളാഹു അവരെ സമ്പന്നനാക്കും, ധന്യതയിലെത്തിക്കും നബിയെ. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തെ കൊണ്ട് പ്രചോദനം നൽകണമേ ഹബീബേ. അതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കരുത്. ക്രോണിക് ബാച്ചിലർ പെട്ടെന്ന് നിക്കാഹ് കഴിച്ചോളി. സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം മഹദിയായ ആയിഷ ബീവിയുടെ അരികിലേക്ക് സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, ഏ മഹദി അവர்களെ, ഇന്നി ഉരീദു അൻ അസ്അലകി ഷൈആ, ഒരു സംശയം അവിടുത്തെ സദസ്സിൽ ചോദിക്കാൻ ഞാൻ കൊതിക്കുന്നു. ഫമാ തറൈന ഫീഹി, എന്താണ് അവിടുത്തെ അഭിപ്രായം? ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ സഹാബി വരികയാണ്. എന്തേ സംശയം? അനി തബത്തുൽ, ഞാൻ അവിവാഹിതനാകാൻ ഇഷ്ടപ്പെടുന്നു മഹദി അവர்களെ, അതുകൊണ്ട് വിവാഹത്തിനെ കുറിച്ചുള്ള അതിന്റെ അവിടുത്തെ അഭിപ്രായം എന്തെന്ന് ഒന്ന് അറിയിച്ചു തന്നാലും. എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു, എന്താണ് അവിടുത്തെ അഭിപ്രായം? ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ ഫലാ തതബത്തൽ. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഓതി കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച ആയത്താണ്. വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക, നബിയേ, അങ്ങേക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജാ, വജഅൽനാ ലഹും അസ്വാജാ, അവർക്ക് നാം ഭാര്യമാരെ നൽകി ഹബീബേ. വദുർരിയ, അവർക്ക് സന്താനങ്ങളെയും നാം നൽകി. അതുകൊണ്ട് സഅദേ ഫലാ തതബത്തൽ, നീ അവിവാഹിതനാകരുതേ, വിവാഹം കഴിക്കണേ, വിവാഹിതനാകണമേ മഹദിയായ ആയിഷ. കല്യാണം കഴിച്ചോ? വിവാഹം കഴിക്കേണ്ട സമയത്തിയാൽ കല്യാണം കഴിച്ചോ, ചിന്തിക്കാൻ പാടില്ല. ഇത് ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട നിസ്സായ സത്യമാണിത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിക്കാൻ നമ്മൾ നിയ്യത്തെടുത്തു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്നറിയോ? പെണ്ണിനെ പോയി കാണണം. പെണ്ണ് കാണാതെ കല്യാണം കഴിക്കരുത്. ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കല്യാണം ഫോട്ടോയിലൊന്നും കണ്ടിട്ട് പെണ്ണിന്റെ ചന്തമാണ്, അവള് നല്ല മൊഞ്ചുള്ള അടിച്ചുപൊളിയുള്ള, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണ് എന്തായാലും ചിരിച്ചോണ്ടിരിക്കൂലല്ലോ ഫോട്ടോയിൽ. ചില പെണ്ണുങ്ങൾ ചിരിച്ചാലും പുഞ്ചിരിക്കുള്ളൂ, പല്ല് കാണൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവളെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് അവളുടെ പല്ല്, അവളുടെ ചുണ്ട്, അവളുടെ നാവ്, അവളുടെ ശരീരഭാഗങ്ങൾ, ആകാര സൗഷ്ഠവങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ തൊള്ള തുറന്നു നോക്കാനല്ല പറയുക. അവളെ പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അവളുടെ സ്വഭാവ രീതികളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവളെ കാണാതെ കണ്ട് ആരും വിവാഹം കഴിക്കരുത്. പെണ്ണ് കാണാതെ, അതേപോലെ പെണ്ണ് ചെറുക്കനെ കാണാതെ, രണ്ടു കൂട്ടരും തൃപ്തിപ്പെടാതെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കൈ കൊടുക്കരുത്. ഉപ്പമാരും ഉമ്മമാരും ഏതെങ്കിലും ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് പെണ്ണിനെ കണ്ടുവെക്കും, ഇവിടെ ആലോചിച്ച് റെഡിയാക്കി ഒക്കെ വെക്കും, ഉറപ്പിച്ച് റെഡിയാക്കി വെക്കും. മോനെ നീ വന്നാലും നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം, എല്ലാം ഓക്കെയാണ്. പക്ഷെ അവന് ഇഷ്ടമില്ലാത്ത പെണ്ണായിരിക്കും. ഒരിക്കലും അതിന് ഉപ്പയും ഉമ്മയും തയ്യാറാകരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ആ കുടുംബ ജീവിതം റാഹത്തിലെത്തൂല, അതാകെ ഇടങ്ങേറിലാവും. അത് നബിതങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖുൽതു, ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖതബതു ഇംറഅതൻ, ഒരു പെണ്ണിനെ ഞാൻ കല്യാണ ആലോചന നടത്തി ഓക്കെയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നബിയേ.
ഒരു പെണ്ണിനെ കല്യാണാലോചന നടത്തി ശരിയാക്കി റെഡിയാക്കി ഇരിക്കുകയാണ്. നബി തങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഉടനെ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ നളർത ഇലൈഹാ, ഏ മുഗീറ, നീ ആ പെണ്ണിനെ കണ്ടുവോ? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതു ലാ യാ റസൂലല്ലാഹ്, ഞാൻ കണ്ടില്ല നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകി, ഉൻളുർ ഇലൈഹാ, അവളെ നീ പോയി കാണണം. ഫഇന്നഹു അഹ്റാ അയ്യൂദമ ബൈനകുമാ, നിങ്ങളുടെ കുടുംബ ജീവിതം, വൈവാഹിക ജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധം അത് പ്രയോജനമുള്ളതും അത് സന്തോഷമുള്ളതും അത് രൂഢമൂലമുള്ളതും അത് സുദൃഢമാകുന്നതിനും പെണ്ണ് കാണൽ അഭികാമ്യമാണ് മുഗീറ. അതുകൊണ്ട് പെണ്ണിനെ കാണാതെ വിവാഹം കഴിക്കരുതേ. നബിയന റസൂലുള്ളാഹി. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഫോട്ടോയിലോ അല്ലെങ്കിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല. നേരിട്ട് പോയി അവളെ കണ്ട് അവളെ കണ്ടുപോയിട്ട് സംസാരിക്കുക. അതൊക്കെ ഇനി എങ്ങനെയാണ് കാണുക, അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയാൽ എനിക്കൊന്ന് പറഞ്ഞ് എൻ്റെ വിഷയത്തിൽ തീർക്കാൻ പറ്റില്ല. നാളെ ഈ വിഷയമല്ല, നാളെ അടുത്ത വിഷയമാണ്. അത് കൂടുതൽ പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ടച്ച് ചെയ്ത് പോകും. അതൊക്കെ ഉലമാക്കളായിട്ട് ചോദിച്ച് മനസ്സിലായിക്കൊള്ളു. പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇന്ന് കൂട്ടുകാരെ മുഴുവനും കൂട്ടിക്കൊണ്ട് ഒരു ടാറ്റാ സുമോ പിടിക്കും, അല്ലെങ്കിൽ ഒരു ഇന്നോവ എടുക്കും, അതിലെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പെണ്ണ് കാണുക. ആ ഒരു നിയമമല്ല ഇസ്ലാം. ആരാണ് വിവാഹം കഴിക്കുന്നത് അവൻ മാത്രം പെണ്ണിനെ കാണണം. ഒരു ഉപ്പയും ഒരു ഉമ്മയും കാട്ടിക്കൊടുക്കാനും പാടില്ല. പെണ്ണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ യുവാവിനെ അല്ലാതെ മറ്റൊരു ചങ്ങാതിമാരെയും കാണിക്കരുത്. അവളോട് പോയിട്ട് നേരിട്ട് സംസാരിക്കുക, ചോദിക്കാം, നിന്റെ പേര് ചോദിക്കാം, നാളെ ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. അവളുടെ ശാരീരികമായി ആന്തരികമായി വല്ല രോഗമുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം. അത് പറയണം. അത് ഒളിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത്. ഷുഗർ പേഷ്യന്റുകാരായിരിക്കും, അപസ്മാര രോഗിണിയായിരിക്കാം, അല്ലെങ്കിൽ ആന്തരികമായി എന്തെങ്കിലും കുഴപ്പമുള്ളവളായിരിക്കാം, കുഴപ്പമുള്ളവനായിരിക്കാം. രണ്ടു കൂട്ടരും രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ ആ രഹസ്യം മണിയറയിൽ വെച്ച് പരസ്യമാകുമ്പോൾ ആ കുടുംബം പിരിഞ്ഞു താറുമാറായി പോകും. അതുകൊണ്ട് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇരു കൂട്ടരും പരസ്പരം ഒരു ധാരണയിലെത്തണം. എങ്ങനെ, നിന്റെ രോഗം എന്താണ്, എൻ്റെ രോഗം എന്താണ്? എനിക്ക് പറയപ്പെട്ട രോഗങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ. സത്യം മാത്രമേ പറയാവൂ. കാരണം സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കർമ്മമാണ് വൈവാഹിക ജീവിതം. മഹറുകാർ ഇതെല്ലാം ഒപ്പിച്ചു വെക്കുന്നത് എന്തിനാണ്? ചുമ്മാ എങ്ങനെങ്കിലും കുറെ പെണ്ണുങ്ങളെ തടി സലാമത്താക്കാൻ വേണ്ടി. ആ ഒരു പണിയല്ല. സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് ഇത് തുടങ്ങി വെക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗത്തിലേക്കുള്ള ഒരു പാതയാണിത്. പെണ്ണുങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ വിവാഹപ്രായമെത്തിയ പെണ്ണ്, അവൾക്കൊരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകാതെ വരുമ്പോൾ അവളുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് മഹർ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് അവളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക, സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. കളിയല്ല, ചിരിയല്ല, തമാശയല്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവനോട് ചോദിച്ച് ഇരു കൂട്ടരെ സമ്മതിക്കണം. ഭാര്യയും ഒരു പെണ്ണും ഒരാണും കണ്ട് പരസ്പരം നല്ല നിലയിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ കണ്ട് നിങ്ങൾ കല്യാണത്തിന് മൂളരുത്, സമ്മതിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പെണ്ണിനെയും നിങ്ങൾ നിർബന്ധിക്കരുത്. ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅമറ വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅദന. വിധവയായ പെണ്ണ് അവൾ പറഞ്ഞിട്ടല്ലാതെയും, കന്യകയായ പെണ്ണ് അവളുടെ അനുവാദമില്ലാതെയും നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുതേ. വിധവയായ പെണ്ണ്, ആ വിധവയായ പെണ്ണാണെങ്കിൽ അവളുടെ അനുവാദം കിട്ടണം. ഇങ്ങോട്ട് ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവ് മരിച്ചുപോയ വിരഹ ദുഃഖത്താൽ വിഷമിച്ച് മറ്റൊരു വിവാഹം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇടങ്ങേറാക്കണ്ട. അവൾ പറയും, എനിക്കൊരു വിവാഹം വേണം, 1 വർഷം 2 വർഷം കഴിഞ്ഞൊരു വിവാഹം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. കന്യകയായ പെണ്ണ്, വിവാഹപ്രായമെത്തിയ പെണ്ണ്, ആ പെണ്ണ് കല്യാണം കഴിപ്പിക്കാൻ ഉപ്പ തീരുമാനിച്ചാൽ അവളെ വിളിക്കണം. മോളെ, എന്റെ ഉപ്പ നിനക്കൊരു ചെറുക്കനെ നോക്കി വെച്ചിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? കല്യാണം കഴിപ്പിച്ചു കൊടുക്കട്ടെ, എന്റെ അഭിപ്രായം എന്താ ചോദിക്കണം. അഭിപ്രായം ചോദിക്കാതെ, പെണ്ണിന്റെ അനുവാദമില്ലാതെ നിങ്ങൾ വാപ്പ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഖാലു, സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ ഇദ്നുഹാ യാ റസൂലല്ലാഹ്,
എന്താണ് അനുവാദം നബിയെ? ഒരു കന്യകയായ പെണ്ണിനോട് വിവാഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ അവളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എങ്ങനെയായിരിക്കുമെന്ന് അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് മറുപടി പറഞ്ഞു, ഒരു പിതാവ് തന്റെ മകളെ വിളിച്ചിട്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ മൗനം ദീക്ഷിച്ചാൽ അതിന്റെ അർത്ഥം സമ്മതം. മൗനം സമ്മതം, അതാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ പറഞ്ഞു അതല്ല നിർബന്ധിച്ച് വിവാഹം കഴിക്കരുത്. ഹൻസ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അബാഹാ സവ്വജഹാ വഹിയ കാരിഹത്തുൻ, അവൾ ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിനെ തന്റെ ഉപ്പ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിൽ വന്നുകൊണ്ട് അവൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പ എന്നെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു നബിയേ, എനിക്ക് ആ വിവാഹത്തോട് താല്പര്യമില്ല യാ റസൂൽ. അല്ലാഹുവിന്റെ റസൂല് ആ വിവാഹ അസാധുവാക്കി എന്ന് ഹദീസിൽ കാണാം. മറ്റൊരു റിവായത്തിൽ കാണാം, ഹൻസ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ഈ ആവശ്യം ഉന്നയിച്ചു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഹൻസ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ യുവതികളാണ്, ഞങ്ങൾക്ക് ഒരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. ഒരു ഭർത്താവ് ആരായിരിക്കണം, ആ ഭർത്താവിന്റെ അവസ്ഥകളെ കുറിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാതെ ഒരു പെണ്ണിനെയും ഒരു ഉപ്പമാരും നിർബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ഉപ്പ എന്നെ നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചത് ഞാൻ സമ്മതിക്കാം നബിയെ. ഇനി മേലിൽ ലോകത്ത് ഒരു മുസ്ലിം പെണ്ണിനെയും അവളുടെ പിതാവ് അവളുടെ അനുവാദമില്ലാതെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉപ്പമാരുടെ ശ്രദ്ധയ്ക്ക്, ഉമ്മമാരുടെ ശ്രദ്ധയ്ക്ക് മകളുടെ അനുവാദം ചോദിച്ചിട്ട് വേണം വിവാഹം കഴിച്ചു കൊടുക്കാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതേപോലെ പെൺകുട്ടികളെ നിങ്ങൾ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിക്കാമോ? പാടില്ല, അതും പാടില്ല. ആരെങ്കിലും ഒക്കെ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കോളേജിലോ ക്യാമ്പസിലൊക്കെ പോയിട്ട് ആരെങ്കിലും കണ്ട് സ്നേഹിച്ചിട്ട് റോസാപ്പൂ അങ്ങോട്ട് കൊടുക്കുക, ബ്ലൂടൂത്ത് ഇങ്ങോട്ട് അയക്കുക, മൊബൈൽ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക, ചുരിദാർ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണല്ലോ ഇന്ന്, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം ഇന്നുണ്ട്, അന്നുണ്ടായിരുന്നു. അന്ന് ഖുർആൻ വന്നപ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞു. ഇന്ന് ഖുർആൻ കേട്ടവർ വീണ്ടും അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിനെ നിന്റെ തുണയായി, നിന്റെ സഖിയായി നിനക്ക് ഇഷ്ടപ്പെടാമോ? പാടില്ല. ജാഹിലിയ കാലഘട്ടങ്ങളിലെ സ്വഭാവമായിരുന്നു അറേബ്യൻ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാതാക്കൾക്കും സഹോദരിമാർക്കും സ്ഥാനമാനമില്ലാത്ത ആ നികൃഷ്ടരായ നിന്ദ്യരായിരുന്ന ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു വീഴുമ്പോൾ ഹിജാസിന്റെ മക്കളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയുമോ? താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ പോയി പിടിക്കുക, അവളെ തന്റെ സഖിയാക്കുക, അവളെ തന്റെ കൂട്ടുകാരിയാക്കുക, തന്റെ ശാരീരിക ഇച്ഛകൾ പൂർത്തീകരിക്കുക, അവളെ കറിവേപ്പില പോലെ വലിച്ചെറിയുക. അതേപോലെ തന്നെ മക്കയുടെ മടിത്തട്ടിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടാൽ കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും ബോയ് ഫ്രണ്ടായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു നാണം കെട്ട യുഗത്തിലാണ് ലോകത്തിന്റെ തിരുനാളം മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിച്ചു വീണത്. ഇന്ന് സാംസ്കാരിക ബോധമുള്ള ഈ നാട്ടുകാർ, സാംസ്കാരിക ബോധമുള്ള മുസ്ലിം കുടുംബത്തിലെ പെണ്ണ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടിനെയും കീഴിൽ കിടന്ന് ആനന്ദിക്കുകയല്ലേ, ഉല്ലസിക്കുകയല്ലേ, അട്ടഹസിക്കുകയല്ലേ? ഉപ്പയുടെ അനുവാദമില്ലാതെ, ഉമ്മയുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്റെ ഇണയായി തുണയായി സ്വീകരിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കുന്ന നാണം കെട്ട സംസ്കാരം മുസ്ലിം പെണ്ണ് നിനക്ക് നല്ലതല്ല. അയ്യുമാ ഇംറഅത്തിൻ നകഹത് بغير إذن وليها فنكاحها باطل
ഫനികാഹുഹാ ബാതിലുൻ. 1000 ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ കാലഘട്ടങ്ങളിൽ നടന്ന സംസ്കാര ശൂന്യതയെ അള്ളാഹുവിന്റെ റസൂല് മണത്തറിഞ്ഞുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം സഹോദരിമാരും ആ ഒരു രംഗത്തെ അവർ അവലംബിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാന്റെ റസൂല് ഹിജാസിന്റെ മണ്ണിൽ നിന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാ, ഏ മുസ്ലിം പെൺകുട്ടികളെ, അയ്യുമാ ഇംറാത്തിൻ, ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് നകഹത് നഫ്സഹാ, തന്റെ ശരീരത്തെ അവൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ്, ബിഗൈരി ഇദ്നി വലിഹാ, തന്റെ ഉപ്പ അറിയാതെ, തന്റെ ഉമ്മ അറിയാതെ, തനിക്ക് സംരക്ഷണം നൽകുന്ന തന്റെ രക്ഷകർത്താക്കൾ അറിയാതെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം സ്വമേധയാ തന്റെ ശരീരത്തെ നിക്കാഹിന് വേണ്ടി തയ്യാറാക്കിയാൽ ഫനികാഹുഹാ ബാതിലുൻ, ഫനികാഹുഹാ ബാതിലുൻ, ഫനികാഹുഹാ ബാതിലുൻ. 3 പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ വിവാഹം അസാധുവാണ്, അവളുടെ വിവാഹം അസാധുവാണ്, അവളുടെ ബന്ധം, ശാരീരിക ബന്ധം അത് വ്യഭിചാരമാണ്, അത് വ്യഭിചാരമാണ്, അത് വ്യഭിചാരമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ചങ്ങാതിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കാവോ? സ്വന്തമായിട്ട് അങ്ങനെ ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിച്ചാൽ വ്യഭിചാരം, വ്യഭിചാരം, വ്യഭിചാരം. എന്താ വ്യഭിചാരത്തിന്റെ ശിക്ഷ? അത് ഞാൻ ഇനി പറയണോ? അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പറയാൻ ഞാൻ പറഞ്ഞുതരാം. നിക്കാഹിന്റെ കാര്യം ഒന്ന് പറഞ്ഞങ്ങോട്ട് എത്തിക്കട്ടെ. അതുകൊണ്ട് ആ നിക്കാഹ് അസാധുവാണ്, അത് തള്ളേണ്ടതാണ്, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് വലിച്ചെറിയേണ്ടതാണ്. അവളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അവനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ജാഹിലിയ കാലഘട്ടങ്ങളിലെ സംസ്കാരം. ആ സംസ്കാരമല്ല ഇസ്ലാമിക സംസ്കാരം. ഇസ്ലാം സംസ്കാരം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്തിനാണ് നിക്കാഹ്, എന്തിനാണ് വിവാഹം? യുരീദു അൻ യസ്തഅഫിഫ്, പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ടാണ് നിക്കാഹ് കഴിക്കേണ്ടത്. ശാരീരിക ബന്ധം മാത്രമല്ല, കുടുംബ ജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, സ്വസ്ഥമായ കുടുംബ ജീവിതം നമുക്ക് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മഹത്തായ ഒരു മാർഗമാണ് വൈവാഹിക ജീവിതം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, പെണ്ണിനെ കണ്ടിട്ടേ വിവാഹം കഴിക്കാവൂ. അതേപോലെ നബീന റസൂൽ തങ്ങൾ പറഞ്ഞു, കല്യാണം കഴിക്കാൻ പോകുമ്പോ ആ പെണ്ണിന്റെ അനുവാദത്തോടൊപ്പം നീ തെരഞ്ഞെടുക്കേണ്ടത് കന്യകയായ പെണ്ണിനെയായിരിക്കണം. വിധവയായ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ഹണിമൂണിന് പോകാൻ നമ്മൾ കൊടിച്ച, 2-3 പ്രസവിച്ച പെണ്ണ്, എന്ത് ഹണിമൂൺ, എന്ത് രസം, എന്ത് ഇമ്പം. അപ്പൊ അതുകൊണ്ട് വിവാഹം, വിധവയ്ക്കുള്ള വിവാഹം പ്രോത്സാഹനമല്ല എന്നല്ല ഇതിനർത്ഥം. അത് വിഷയം വേറെ, അത് ചർച്ച വേറെ, അതിന് കൂലി വേറെ, അത് മറ്റൊരു അർത്ഥം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കുടുംബജീവിതം ഒരു സന്തോഷത്തിലെത്താനാണ് നബി തങ്ങൾ പറഞ്ഞത്. അലൈക്കും ബിൽ അബ്കാർ, ഏ യുവാക്കളെ, യുവാക്കളെ, നിങ്ങൾ വൈവാഹിക ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഇണകൾ അത് തികച്ചും കന്യകകളാകണമേ. വിർജിൻ ലേഡി ആയിരിക്കണം, കന്യകയായ പെണ്ണായിരിക്കണം, അവളെ തെരഞ്ഞെടുക്കാവൂ. എന്താ കാരണം? അലൈക്കും ബിൽ അബ്കാർ فإنهن أعذب أفواها وأنتق ورحاما وأرضى باليسير. കൂടുതൽ പ്രസവിക്കുന്നവളായിരിക്കും അവൾ, സ്നേഹമുള്ളവളായിരിക്കും അവൾ, അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്നവളായിരിക്കും അവൾ. അതുകൊണ്ട് കന്യകയായ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണമേ. മുഹമ്മദ് മുസ്തഫ. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങളോട് പോയി ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖതബ്തു ഇംറഅതൻ, ഒരു വിധവയായ പെണ്ണിനെ ഞാൻ കല്യാണ ആലോചന നടത്തി നബിയേ. ഹീന സമിഅഹാ ബിതസവ്വുജിഹാ, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു തആല അൻഹു വിധവയായ പെണ്ണിനെ വിവാഹം കഴിച്ചത് അറിഞ്ഞുകൊണ്ട് നബി തങ്ങൾ ജാബിറിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഹല്ലാ ബിക്റ, ചങ്ങാതി, നിനക്ക് ഒരു കന്യകയായ പെണ്ണിനെ കെട്ടിക്കൂടായിരുന്നോ? തുലാഇബുഹാ വയുലാഇബുക, പരസ്പരം വിനോദം പങ്കിടാമായിരുന്നല്ലോ. വിധവയായ പെണ്ണായിരുന്നുവെങ്കിൽ പരസ്പരം വിനോദം പങ്കിടാമായിരുന്നല്ലോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. അപ്പോ നമ്മൾ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് ഏത് പെണ്ണിനെ ആയിരിക്കണം? കന്യകയായ പെണ്ണായിരിക്കണം.
അതേപോലെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കന്യകയൊക്കെ തന്നെ ഓക്കെ, പക്ഷേ സമ്പത്ത് നോക്കാമോ, സൗന്ദര്യം നോക്കാമോ, കുടുംബം നോക്കാമോ? എന്താണ് നമ്മൾ വിവാഹ ജീവിതത്തിൽ ഒരു പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താണ് മനസ്സിലാക്കണം. മഹറുകാർ, അതിന്റെ സംഘാടകർ, അവർ വിവാഹം കഴിക്കുന്ന യുവാക്കൾ, കഴിപ്പിച്ചു കൊടുക്കുന്ന യുവാക്കൾ, അതിന് വിധേയരാകുന്ന പെൺകുട്ടികൾ, എൻ്റെ സവിധത്തിൽ ഹാജരായിരിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പ്രഭാഷണമാണിത്. മനസ്സിലാക്കണം. പിരിവ് 2 ദിവസം കൊണ്ട് കൂടിയത് കൊണ്ട് ആളിനായിരിക്കാം ആളുകൾ കുറഞ്ഞത്. പിരിവൊക്കെ നമുക്ക്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്, പിരിവ് ആള് അബൂബക്കർ അല്ലാതെല്ലാം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ലാസ്റ്റ് ദുആയ്ക്ക് മുമ്പ് അൽഹംദുലില്ലാഹ് ഈ പുണ്യമായ സദസ്സിൽ വെച്ച് ഖുർആനും ഹദീസും ചർച്ച ചെയ്ത സദസ്സിൽ ദുആ ഉണ്ടാകും. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സന്തോഷമായ സംഭാവന ഈ നല്ല കാര്യത്തിന് വേണ്ടി ആരൊരാൾ തരുന്നു അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ദുആ ഉണ്ടായിരിക്കും. ഒരുപാട് സഹോദരങ്ങൾ ദുആയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുആയ്ക്ക് പ്രഭാഷണം നടത്താതെ നിങ്ങളോട് 1 രൂപ പോലും ചോദിക്കുകയില്ല. നിങ്ങൾക്ക് കാര്യമായ നിലയിലുള്ള ബിരിയാണി, നെയ്ച്ചോറ് തന്നതിന് ശേഷമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ആദ്യം ഭക്ഷണം, പിന്നെ ബില്ല്, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം, നോക്കാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, സാധാരണ നിക്കാഹിന്റെ സദസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്, പൊതുവെ വിവാഹത്തിൽ 4 കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടാറുള്ളത്. ലിമാലിഹാ, അവളുടെ സമ്പത്ത്, വലിഹസബിഹാ, അവളുടെ കുടുംബം, വലിജമാലിഹാ, അവളുടെ സൗന്ദര്യം, വലിദീനിഹാ, അവളുടെ മതബോധം. നിക്കാഹ് കഴിക്കുമ്പോൾ ഈ 4 കാര്യങ്ങളാണ് പൊതുവെ പരിഗണിക്കപ്പെടാറുള്ളത്. 1 അവളുടെ സൗന്ദര്യം, അവളുടെ സമ്പത്ത്, അവളുടെ കുടുംബം, അവളുടെ ദീൻ. ഈ 4 കാര്യങ്ങൾ പരിഗണിക്കും. നബിതങ്ങൾ പറഞ്ഞു, ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ദീനിന് മുൻഗണന നൽകണമേ, ദീനിന് നിങ്ങൾ പ്രാമുഖ്യം നൽകണമേ. ഹബീബായ റസൂലുള്ളാഹി എന്തേ ദീനിന് പ്രാമുഖ്യം നൽകിയാൽ? നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ റസഖഹുല്ലാഹു ഇംറാതൻ സാലിഹാ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി. ആരൊരാൾക്ക് സാലിഹത്തായ ദീനീ ബോധമുള്ള മതഭക്തയായ മതനിഷ്ഠയായ പെണ്ണിനെ അല്ലാഹു നൽകിയോ, അവന്റെ ദീനിന്റെ പകുതി ഭാഗം അല്ലാഹു അവളെ കൊണ്ട് അവനെ സഹായിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനീ ബോധമുള്ള മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിസ്കരിക്കാൻ അവളോട് പറയേണ്ട കാര്യമില്ല. ഹൈള് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. നിഫാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. ഭർത്താവ് സുബഹിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി, ഭർത്താവിനെ രാവിലെ തട്ടി വിളിക്കണമെന്ന് അവളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൃത്യസമയത്ത് വിളിക്കും. ഭർത്താവിന്റെ ഹക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായ നിലയിൽ നിറവേറ്റി കൊടുക്കും. അങ്ങനത്തെ പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിൻ ഫഅസാ അംവാലുഹുന്ന അയ്യുത്ഗിയഹുൻ. സഹോദരങ്ങളെ, നിങ്ങളാരും ഒരു പെണ്ണിന്റെ സമ്പത്ത് മോഹിച്ച് നിങ്ങൾ അവളെ വിവാഹം കഴിക്കരുതേ. അങ്ങനെ വിവാഹം കഴിച്ചാൽ നിന്റെ നിർദ്ദേശങ്ങളെ അവൾ തള്ളിക്കളയുമത്രേ. വൈവാഹിക ജീവിതത്തിലേക്ക് നിന്നേക്കാൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ പോയി വിവാഹം കഴിച്ച ഒരു പെണ്ണിനെ നീ തെരഞ്ഞെടുത്താൽ, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിനക്ക് താങ്ങോ തണലോ ആകാൻ ഒരു പക്ഷേ അവൾ അനുവദിക്കുകയില്ല. പാതിരാ സമയത്ത് ക്ഷീണിച്ചു വരുമ്പോ ഭാര്യ നല്ല ഉറക്കത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇദ്ദേഹത്തിന് അല്പം കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാം. പക്ഷേ ഭാര്യയെ എങ്ങനെയാണ് വിളിക്കുക? അവളുടെ പ്രതികരണം എന്തായിരിക്കും? ഭയപ്പെട്ടുകൊണ്ട് വെള്ളം കുടിക്കേണ്ടതിന് പകരം പച്ചവെള്ളം കുടിച്ച് ഒരു പക്ഷേ മരിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും. എന്തേ അതിനുള്ള കാരണം? സമ്പന്ന കുടുംബത്തിൽ വളർന്ന പെണ്ണിനെ തെരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചപ്പോൾ നിന്റെ വാക്കുകൾ അവൾ നിഷേധിച്ച് തള്ളുകയാ. ലോകത്തിന്റെ നായകന്റെ പ്രഖ്യാപനമാണിത്. ലോകത്തിന്റെ നായകന്റെ പ്രഖ്യാപനമാണിത്. തള്ളിക്കളയരുതേ, പുച്ഛിച്ച് തള്ളരുതേ. അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കാണിത്. ലാ തുൻകിഹൂഹുന്ന ലിഅംവാലിഹിൻ, സമ്പത്ത് മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ വിവാഹം കഴിക്കരുതേ. ഫഇന്നഹു, കാരണം അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിന്റെ നാക്ക്, നിന്റെ നാമങ്ങളെ, നിന്റെ വാക്കുകളെ അവൾ സ്വീകരിക്കുകയില്ല.
അവൾ തട്ടിക്കളയും. വീണ്ടും നബി തങ്ങൾ പറയുന്നു, ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിൻ, സൗന്ദര്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കരുതേ. കാരണം തീർച്ചയായും അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ നിന്നെ വഴികേടിലേക്ക് നയിക്കാൻ അത് കാരണമാകും. സുന്ദരിയായ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഗൾഫിൽ പോകും, സ്വസ്ഥത കിട്ടുമോ? സ്വസ്ഥത കിട്ടുമോ? എപ്പോഴും ഫോൺ ഫോൺ ഫോൺ. അവൾ എവിടെയാണ്, ഓൾ എവിടെയാണ്, ആരുടെ കൂടെയാണ്, എവിടെ പോയി? സംശയം 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 സംശയം, സംശയത്തിന്റെ രോഗം. സംശയിക്കാം ഒരു പെണ്ണിനെ, ഒരാണിനെ സംശയിക്കാവൂ. ആണിന്റെ ഭർത്താക്കന്മാരുടെ കടമയിൽ വരുന്നുണ്ട്, അപ്പോ പറഞ്ഞുതരാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാക്കായി പറയുന്നത്, ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിൻ ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുൻ. സൗന്ദര്യം മാത്രം നോക്കി നീ വിവാഹം കഴിച്ചാൽ ആ സൗന്ദര്യം നിന്നെ വഴികേടിലേക്ക് കൊണ്ടെത്തിക്കും, അവളെയും അത് വഴികേടിലേക്കാക്കും. നമുക്കൊരു സ്വസ്ഥത കിട്ടൂല. കാരണം എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റൂല. ഇവൾ എന്തായിരിക്കും, അവൾ എന്തായിരിക്കും, ഓളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് കൂടുതലും വ്യഭിചാരം നടക്കുന്നില്ലേ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ? ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസുകൾ ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ സൗന്ദര്യം മാത്രം നോക്കരുത്, സമ്പത്ത് മാത്രം നോക്കരുത്. പിന്നെ എന്താ നോക്കേണ്ടത്? ദീൻ നിങ്ങൾ നോക്കണം. സമ്പത്തും നോക്കാം, ഏത് മാന്യമായ നിലയിൽ, സൗന്ദര്യവും നോക്കാം മാന്യമായ നിലയിൽ, കുടുംബവും നോക്കാം മാന്യമായ നിലയിൽ. പക്ഷെ ഈ മൂന്നിനേക്കാളും കൂടുതൽ താല്പര്യം ദീനിനായിരിക്കണം. അപ്പോൾ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സംശയിക്കേണ്ട കാര്യമില്ല, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സംശയിക്കേണ്ട കാര്യമില്ല. ഒരാൾ ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി വെച്ചിരിക്കുകയാണ്. നല്ല കുടുംബത്തിലെ നല്ല സ്വത്ത് മുതലുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിനെ കല്യാണ ആലോചന നടത്തി വെച്ചു. പക്ഷെ ഇവനിത് അറിഞ്ഞില്ല. എങ്ങനെയോ മണത്തെറിഞ്ഞു അവളെ കെട്ടാൻ ഇവൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. ചർച്ചകൾ നടന്നു. പക്ഷെ ഇവൻ എന്ത് ചെയ്യാ? ഇടയ്ക്ക് പോയിട്ട് കടുംവെട്ട് വെട്ടിയിട്ട് അവനെ ഒഴിവാക്കിയിട്ട് ആ പെണ്ണിനെ കല്യാണ ആലോചന നടത്തുന്നു. അത് തെറ്റാണ്. ഒരാൾ ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹാലോചന നടത്തിയാൽ നിങ്ങൾ ആ വിവാഹ ആലോചനയിൽ രണ്ടാലൊരു തീരുമാനം, യെസ് ഓർ നോ, ഈ രണ്ടാലൊരു തീരുമാനം അറിയാതെ അവളെ നിങ്ങൾ വിവാഹ ആലോചന നടത്തരുത്. ലാ യഹില്ലു ലിമർഇൻ അൻ യഖ്തുബ അലാ ഖിത്ബതി അഖീ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുരുഷനും ഭൂഷണമല്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ പോയി അവളെ കല്യാണ ആലോചന നടത്തരുതേ. രണ്ടാലൊരു തീരുമാനം എത്തണം. പ്രതീക്ഷിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായി? ഒരാൾ വന്നിരുന്നല്ലോ, കാഞ്ഞങ്ങാട്ട് നിന്ന് ഒരാൾ വന്നിരുന്നല്ലോ, കല്യാണം നിങ്ങളുടെ മോളുടെ കാര്യം എന്തായി? അത് ചർച്ചയിലിരിക്കുക, അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച പറഞ്ഞതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ കല്യാണം ആലോചിക്കാം. അതല്ല പറയാമെന്ന് പറഞ്ഞത് കൊണ്ട് അതിനേക്കാൾ നമ്മുടെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അവൻ സാധാ സീതാ ഒരു എഞ്ചിനീയർ അല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലക്ഷക്കണക്കിന് റുപ്യ കിട്ടും, അത് കല്ലി വല്ലി, ഇതാ ഇത് പിടിച്ചോ. ലാ യഹില്ലു, അനുവദനീയമല്ല സഹോദര, അനുവദനീയമല്ല സഹോദര. ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത്, നബിയാണ് പഠിപ്പിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അതിനെ അനുവദിക്കരുതേ, അനുവദിക്കരുതേ. ഇനി സോഫ്റ്റ്വെയർ അല്ല, ഹാർഡ്വെയർ അല്ല, ഇനി ലോകം മൊത്തം ഉണ്ടാക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം എത്താതെ ഇങ്ങോട്ട് നിങ്ങൾ ഈ ചർച്ചയായിട്ട് വരരുത്. ഇതാണ് ഒരു പെണ്ണിന്റെ ഉപ്പ പറയേണ്ടത്. ഇസ്ലാമിക നിയമം, വൈവാഹിക ജീവിതം പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തു, ആലോചിച്ചു, ഓക്കെയാക്കി, പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. തീരുമാനമെത്തി, അങ്ങനെ വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ഭർത്താവിന്റെ, ഒരു സഹോദരന്റെ, ഒരു നവവരന്റെ ഉത്തരവാദിത്തമാണ് അവൾക്ക് കൊടുക്കേണ്ട വിവാഹ മൂല്യം നിന്റെ സ്വന്തം വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് അവൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിന്റെ പേരാണ് മഹർ. ഇപ്പൊ മഹറിന്റെ അർത്ഥം മനസ്സിലായോ? മഹർ 2012 എന്നൊക്കെ പറഞ്ഞ് എന്താ ഗോൾഡൻ ഹില്ല് അല്ലേ? പടച്ചവനെ, സ്വർണം മലയിലാണ് നമ്മളൊക്കെ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ സ്വർണത്തിന്റെ വരവ് തന്നെ ആയിരുന്നല്ലോ ഇവിടെ. അപ്പൊ ഈ സ്വർണം എന്തിനാണ്? ഇത് ഓൾക്ക് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ
فيطبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് മനസ്സ് തൃപ്തിയോടെ കൊടുക്കണമേ, മനസ്സ് പൊരുത്തപ്പെട്ട് കൊടുക്കണമേ. അവൾക്ക് കൊടുക്കുന്ന ആ മഹർ അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ അനുവാദമില്ലാതെ പൊട്ടിച്ചു വാങ്ങുകയും അരുതേ. ഖുർആൻ ലാ ശിഗാറ ഫിൽ ഇസ്ലാം. മഹർ കൊടുക്കാത്ത വിവാഹത്തിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് അസാധുവായ വിവാഹമാണ്. മഹറില്ലാത്ത വിവാഹം ഇസ്ലാം അനുവദിക്കുന്നില്ല. ലാ ശിഗാറ ഫിൽ ഇസ്ലാം. അതുകൊണ്ട് എങ്ങനെ കൊടുക്കേണ്ടത്? മനസ്സ് പൊരുത്തത്തോടെ കൊടുക്കണം. നിഹ്ല, നല്ല മനസ്സോടുകൂടി. വആതുൻ നിസാ സദഖാതിഹിൻ. അവൾക്ക് നിന്റെ തൃപ്തിയോടെ മനപ്പൊരുത്തത്തോടെ നിന്റെ ഇണയ്ക്കും തുണയ്ക്കും സഖിക്കും നീ നൽകണമേ. അവള് 100 പവന്റെ പണ്ടം തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു 2 പവൻ. എന്ത് ന്യായം? നീയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്. മനസ്സ് തൃപ്തിപ്പെട്ട്. ഇനി ഓളുടെ വാപ്പ അവക്ക് ഇട്ട് തരണത് അത് നീ നോക്കേണ്ട കാര്യമില്ല. എന്റെ ഭാര്യയാണ്, അവക്ക് ഞാൻ കൊടുക്കുന്നത് നല്ല പൊരുത്തത്തോടു കൂടി കൊടുക്കണ്ട. 10 പവൻ ഇരിക്കട്ടെ. മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കും. അതാണ് മഹർ എന്ന് പറയുന്നത്, വിവാഹ മൂല്യം. അത് കൊടുക്കാതെ അവളെ തൊട്ട് നോ ടച്ചിങ്. അവിടെ തൊടാൻ പാടില്ല, അവിടെ പഞ്ചിങ് പാടില്ല, അവിടെ പ്രസ്സിങ് പാടില്ല, അവിടെ ഒന്നും പാടില്ല. അതിന് എല്ലാത്തിനുമുള്ള ഒരു ഇജാസത്താണ് ഈ കാർഡ് വലിക്കുക എന്ന് പറയുന്നത്. കാർഡ് വലിക്കാതെ അവിടെ പണിയൊന്നും നടക്കൂല എന്ന് പറയുന്ന പോലെ അതിന്റെ മഹറാണ് ഇത്. കൊടുക്കാതെ അവളെ തൊട്ടു പോകരുത് ഇസ്ലാം. മഹർ കൊടുത്തിട്ട് അവളുമായി ബന്ധം സ്ഥാപിച്ചു അവളെ ഒഴിവാക്കാൻ നീ തീരുമാനിച്ചാൽ അവളിൽ നിന്ന് കൊടുത്ത മഹറിന്റെ ഒരു തരുമ്പ് പോലും നീ തിരിച്ചു വാങ്ങുകയും വരുത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ നമ്മളൊക്കെ ഓക്കെ ആയിരിക്കാം. കല്യാണം 24-ാം തീയതി അല്ലേ? എത്ര 25-ാം തീയതി കല്യാണമാണ്. പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ബിരിയാണിയും ചട്ടിനിയും അടിച്ചിട്ട് എമ്പക്കം വിട്ടിട്ട് എഴുന്നേറ്റ് പോകലല്ല. പെണ്ണിന്റെ വാപ്പ വന്നിരിക്കും, ചെറുക്കം വന്നിരിക്കും, രണ്ടുപേരുടെ കൈ ഇങ്ങനെ പിടിക്കും. ശരി തന്നെ? ഇവിടെ അങ്ങനെ തന്നെ കൈ പിടിക്കുമ്പോൾ ഉസ്താദ് വന്നിട്ട് കാളിയാർ വന്നിട്ട് ചൊല്ലിക്കൊടുക്കും കുറെ കാര്യങ്ങൾ. ആ ചൊല്ലിക്കൊടുക്കുന്നത് എന്തെന്നറിയോ? മലയാള ഭാഷയിലല്ല, അറബിയില. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. സവ്വജ്തുക വഅൻകഹതുക ബിൻതി ഫുലാനത ബിനി ഫുലാൻ ബിമഹരിൻ മബ്ലഗുഹു കിദാ വകിദാ. എന്തായി പറഞ്ഞേ? അവസാനം ഉസ്താദ് ചോദിക്കും, തൃപ്തിപ്പെട്ടോ? കബിൽതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. റളീതു, ഞാൻ ഇഷ്ടപ്പെട്ടു. എന്തായി പറഞ്ഞതെന്ന് വല്ല ബോധം ഉണ്ടോ നിനക്ക്? എന്താ 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 തൃപ്തിപ്പെട്ടെന്ന് നീ മനസ്സിലാക്കിയോ? നിനക്ക് 50 പവന്റെ പണ്ടം തരാന്നാ പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഒരു ചെറിയ സംഭവമാണ്. ഇതിനേക്കാൾ 100 കണക്കിന് കാര്യങ്ങളാണ് ഈ പെണ്ണുങ്ങൾ തന്റെ ഭർത്താക്കന്മാരോട് ചെയ്യുക. അതിനെല്ലാം നമ്മൾ അവരെ കുറ്റം പറയരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതങ്ങോട്ട് വീട്. അവക്ക് പിന്നെ നമ്മളെ അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മുത്താൻ പറ്റുമോ? വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് അടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദഈഹ, അവളെ അതിന്റെ പേരിൽ പഠിക്കരുതേ, അവളെ അതിന്റെ പേരിൽ വേദനിപ്പിക്കരുതേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതുറഖു അഹദുകും അഹ്ലഹു യതലു ബഅസ്റാതിഹിം. നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവളെ നിങ്ങൾ സംശയിച്ചുകൊണ്ട് അവളുടെ വീടിന്റെ വാതിൽക്കൽ നിങ്ങൾ വന്ന് മുട്ടി വിളിക്കരുതേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ? മുട്ടി വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഭാര്യയെ സംശയിക്കരുത് എന്നർത്ഥം. ഭാര്യയെ സംശയിക്കരുത് എന്നർത്ഥം. ലാ തളിരിബൂ ഇമാകും അലാ കസ്രീനായികും ഫഇന്ന ലഹാ ജാലൻ കാജാലികും. ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു വിലപിടിപ്പുള്ള വസ്തു താഴേക്ക് വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ, ഉടഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങളാരും അവളെ അടിക്കരുതേ, വേദനിപ്പിക്കരുതേ. കാരണം എന്താണ്?
നിങ്ങളുടെ ആയുസ് തീർന്നു പോകുന്നത് പോലെ ആ സാധനത്തിന്റെയും ആയുസ് തീർന്നു പോയി എന്ന് വേണം നിങ്ങൾ കരുതാൻ. അതുകൊണ്ട് അതിന്റെ പേരിലും നിങ്ങൾ ഭാര്യയെ വേദനിപ്പിക്കരുത്. ലാ യഫറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലഖൻ വറളിയ മിൻഹാ ആഖർ. നിങ്ങളാരും നിങ്ങളുടെ ഭാര്യയ്ക്ക് അരോചകമുണ്ടാകുന്ന സംസാര ഭാഷ്യം നടത്തരുത്. ഭാര്യയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു ഭാഷയും നടത്താൻ പാടില്ല, സംസാരിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലഖൻ വറളിയ മിൻഹാ ആഖർ. നിങ്ങൾക്ക് അവളുടെ ഭാഗത്തു നിന്ന് വല്ല അരോചകമായ സംസാരം ഉണ്ടായാൽ മറ്റൊരു സന്ദർഭത്തിൽ അവളിൽ നിന്ന് നല്ലത് നിനക്ക് പ്രതീക്ഷിക്കാമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 സലാത്ത് ഉഷാറായിട്ടൊന്ന് ചൊല്ലിക്കെ, റാഹത്തായിട്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട പ്രവാചകൻ ലോകത്തിന്റെ മാതൃകാ പുരുഷനാണ്. എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബ ജീവിതം നയിക്കേണ്ടത്, ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി പൊന്നുമോളാണ്, അലിയാർ തങ്ങൾ തന്റെ മരുമകനാണ്. പക്ഷേ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ടത്രേ. വകാന ഫീ അലിയൻ ശിദ്ദത്തുൻ അലാ ഫാത്തിമ. ഫാത്തിമ ബീവിയോട് ഇടയ്ക്കിടയ്ക്ക് അലിയാർ തങ്ങൾ ദേഷ്യപ്പെടാറുണ്ടത്രേ. ഫഖാലത്ത്, ഒരു ദിവസം ഫാത്തിമ ബീവി പറയുകയാണ്, വല്ലാഹി ലാ അഷ്കുവന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഏ അലിയാർ തങ്ങളെ, മഹാനവറുകളെ, അങ്ങ് എന്നോട് ദേഷ്യപ്പെടുന്നത്, അങ്ങ് എന്നോട് വിരോധം വെച്ച് പുലർത്തുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പരാതിപ്പെടുമത്രേ. അങ്ങനെ നബി തങ്ങളോട് പരാതിപ്പെടാൻ ഫാത്തിമ ബീവി നടന്നു നീങ്ങുകയാണ്. ഫാത്തിമ ബീവിയോട് അലിയാർ തങ്ങൾ കാണിക്കുന്ന വിരോധം, ദേഷ്യം, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുള്ള ആ ഒരു ദേഷ്യം അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുകയാ. فقام حيث يسمع كلامهما. അലി റളിയല്ലാഹു തആല അൻഹു ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മൂലയിൽ മാറി നിൽക്കുകയാ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു തന്നോട് ദേഷ്യപ്പെടുന്ന കാര്യം സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി പറയുകയാ, യാ ബുനയ്യത, പൊന്നുമോളെ, ഇസ്മഈ, നീ ഒന്ന് കേൾക്കടി പെണ്ണേ, വസ്തമിഇ, നീ ഒന്ന് അനുസരിക്കടി മോളെ, വഅഖിലി, ഞാൻ പറയുന്നതൊന്ന് ഉൾക്കൊള്ളണേ, ഒന്ന് ചിന്തിക്കണേ പെണ്ണേ. ഒരു പെണ്ണ് തന്റെ പിതാവിനോട് തന്റെ ഭർത്താവിനെ കുറിച്ച് വല്ല പരാതിയുമായി പോയാൽ, ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളാണ് ആ മകളെ ഉപദേശിക്കേണ്ടത്. അതിനുള്ള തെളിവാണ് ആയിഷ, ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവത്തെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ഫാത്തിമ ബീവിയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ലംറഅത്തും ബിംറഅത്തിൻ, ഒരു ഭാര്യയും ഒരു ഭാര്യയാവുകയില്ല, ഒരു പെണ്ണും ഒരു പെണ്ണാവുകയില്ല. ഹത്താ ലാ തഅതി ഹവാ സൗജിഹാ വഹുവ സാകിതുൻ. ഒരു ഭർത്താവ്, ആ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് തന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തിടത്തോളം കാലം ഒരു ഭാര്യയും ഒരു ഭാര്യയാവുകയില്ല മോളെ. അതുകൊണ്ട് നീ അലിയാർ തങ്ങളോട് ക്ഷമയോടും സഹനതയോടും അവരുടെ ആവശ്യങ്ങൾ കണ്ടും മനസ്സിലാക്കി ജീവിക്കടി മോളെ.
ഫാത്തിമ തോ ആബറൂയെ ഉമ്മത്തെ മർഹൂം കാ. ലോകത്ത് മുഴുവൻ നാരിമാരുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നത് സ്വർഗത്തിലെ സുന്ദരിയായ മോളെ ഫാത്തിമ നീയല്ലയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോളാണ്, അവിടുത്തെ കരളിന്റെ കാതലാണ്. എവിടേക്ക് യാത്ര തിരിച്ചാലും മദീന പള്ളിയിലേക്ക് എത്തുമ്പോ അള്ളാന്റെ റസൂലിന്റെ ഇടനാഴിയിലൂടെ പൊന്നുമോള് ഫാത്തിമയെ ഒന്ന് നോക്കുമത്രേ. ഫാത്തിമയെ ഒന്ന് കാണാതെ അള്ളാഹുവിന്റെ റസൂലിന് വിശ്രമമില്ല. ആ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോൾ ഫാത്തിമയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി തടവി തലോടിക്കൊണ്ടാണ് പറഞ്ഞത്, തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു പെണ്ണും ഒരു പെണ്ണേ അല്ല. അതുകൊണ്ട് എന്ത് ഭാര്യയുടെ ഭാഗത്ത് നിന്നാലും നേരെ ഉപ്പാക്ക് ഫോൺ വിളിച്ച് പറയലല്ല വേണ്ടത്. നമ്മൾ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ. ഭർത്താക്കന്മാരെ ഒന്ന് കേൾക്കണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ അരികിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ പണി ഞാൻ നാളെ പറഞ്ഞുതരാം. ഭർത്താവിന്റെ ജോലി എന്തായിരുന്നു? ഒരു ഭാര്യയോട് നബിതങ്ങൾ അവിടുത്തെ കുടുംബത്തോട് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് വർത്തിച്ചത്? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ്, വസ്ത്രത്തിന്റെ അഴുക്കുകൾ സ്വന്തമായി റസൂലുള്ള നീക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു. അള്ളാന്റെ റസൂല് സ്വന്തമായി ആടിന്റെ പാല് കറക്കുമായിരുന്നു. കീറിപ്പോയ വസ്ത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ സ്വന്തമായി തുന്നിച്ചേർക്കുമായിരുന്നു. പൊട്ടിപ്പോയ ചെരുപ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വന്തമായി തയ്ച്ചു ധരിക്കുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജോലി ആ ഹബീബായ തങ്ങൾ സ്വന്തമായി ചെയ്തു തീർക്കുമായിരുന്നു. അള്ളാന്റെ റസൂൽ ആടുമാട് ഒട്ടകങ്ങളെ അഴിച്ചു കെട്ടുമായിരുന്നു. അള്ളാന്റെ റസൂല് കുളിപ്പിക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് പുല്ല് പറിച്ചു കൊടുക്കുമായിരുന്നു. ലോകത്തിന്റെ നായകനാണ് മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബത്തിൽ ചെയ്യുന്ന ജോലിയാണിത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലല്ലയോ ലോകത്ത് കുടുംബ ജീവിതം പഠിപ്പിച്ചു തന്നത്? ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ വീട്ടിലെ ജോലി വീട് അടിച്ചു തൂത്തു വാരി വൃത്തിയാക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചു തൂത്ത് വീട് വൃത്തിയാക്കുന്ന ജോലി മുഹമ്മദ് മുസ്തഫ. അരി അരച്ചു കൊടുക്കുമായിരുന്നു. ഭൃത്യന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭാര്യയോടൊപ്പം ഒരുമിച്ചിരുന്ന് മാത്രമേ അള്ളാന്റെ റസൂല് ഭക്ഷിക്കുമായിരുന്നുള്ളൂ. ഭാര്യയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാന്ന് പറഞ്ഞാല് ചുമ്മാ തിന്നാ പോരാ, കുറച്ചു വാരി ഓളെ തൊള്ളയിൽ വെച്ച് കൊടുക്കണം. അത് കാമുകന്മാരുടെ പണിയല്ല. ഐസ്ക്രീം ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. അത് അങ്ങോട്ട് അവിടെ ഇവിടെ അതല്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറയുകയാണ്, വല്ലതും ബുലൂസ് കിട്ടിയോ? യാ സഅദേ, ഓ സഅദേ, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ മിമ്മ ബതഗാ ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ തളഅ യദക ഫീ ഫമിംറാതിക്. ഏ സഅദ് ഇബ്നു അബീ വഖാസിനോട് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഉപദേശം എന്തെന്നറിയുമോ? ഏ സഅദേ, നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനു പോലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി നൽകാതിരിക്കുകയില്ല. ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം, ഒന്നും ഇല്ലെങ്കിൽ ഒരു പപ്പടം എങ്കിലും എടുത്തു വെച്ച് കൊടുക്കണം. പക്ഷെ കുട്ടികൾ കാണരുത് നിർത്തുക. കാരണം എന്താ? പിന്നെ അവന്മാര് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ തൊള്ളയിൽ വെച്ച് കൊടുക്കാൻ പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങോട്ട് ഒന്ന് കൊടുക്കണം, ഇങ്ങോട്ട് ഒന്ന് വാങ്ങണം. ഇവൻ കുഴച്ചത് ഞാൻ തിന്നുക,
അവള് കുഴച്ചത് ഞാൻ തിന്നുകയെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹബന്ധം ഒന്ന് പറയട്ടെയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കേ, ഞാൻ ഋതുമതിയാണ്, മെൻസസ് പീരീഡിൽ ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ശേഷം എന്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ നബി തങ്ങൾക്ക് കൊടുത്തു. അള്ളാന്റെ റസൂലിന് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ പകുതി ഞാൻ കൊടുത്തു. ആയിഷ ബീവി പറയുകയാ, അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഗ്ലാസിന്റെ ഏത് വക്കില് വെച്ചാണോ വെള്ളം കുടിച്ചത് അതേ ഭാഗത്ത് വെച്ചാണ് അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചത്. ഋതുമതിയായിരുന്ന ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ഉച്ഛിഷ്ടം ലോകത്തിന്റെ വിളിയാളമേ, ലോകത്തിന്റെ പടപ്പാട്ടെ, ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ നാവിൽ അമർത്തിക്കൊണ്ട് കുടിക്കുകയാണ്. ഒരിറച്ചി കഷണമെടുത്ത് ഞാൻ കടിക്കുകയും അള്ളാന്റെ റസൂലിന് ഞാൻ അത് കൊടുക്കുകയും ചെയ്തു. അള്ളാന്റെ റസൂല് ഞാൻ ഏത് പല്ല് വെച്ചാണോ ഏത് ചുണ്ട് കൊണ്ടാണോ അമർത്തിക്കടിച്ചത് അതേ ചുണ്ട് കൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ ഞാൻ കടിച്ച ഇറച്ചി കഷണം കടിച്ചുവെന്ന് മഹദിയായ ആയിഷ ബീവി. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇന്നമാ ഫഅലത് ദാലിക ലിമാ ബൈനഹു ലിമാ ബൈന സൗജി വസ്സൗജതി മിനൽ ഇംബിസാത്ത്. ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കൽ, ഭാര്യ കഴിച്ചതിന്റെ ബാക്കി ഭർത്താവ് കഴിക്കൽ, ഭാര്യയുടെ വായിൽ ഭർത്താവ് വെച്ചു കൊടുക്കൽ, ഭർത്താവിന്റെ വായിൽ ഭാര്യ വെച്ചു കൊടുക്കൽ. മിനൽ ഇംബിസാത്ത്, കുടുംബ ജീവിതത്തിന്റെ ഒരു മനപ്പൊരുത്തമത്രേ, ഒരു മനപ്പൊരുത്തമത്രേ. അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളാത്, സ്നേഹത്തിന്റെ അടയാളാത്. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഇന്നി ഹായിളുൻ, ഞാൻ ഋതുമതിയായിരിക്കുമ്പോ നബി തങ്ങൾ എന്നോട് പറയുന്നു, യാ ആയിഷ നാവിൽനി അൽ ഖുംറത മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് ആ മുസല്ല ഒന്നെടുക്കുമോ ആയിഷ? പള്ളിയിൽ നാം മുസല്ലയുടെ ഉടനെ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇന്നി ഹായിളുൻ യാ റസൂലല്ലാഹ്, ഞാൻ ഋതുമതിയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ ഇന്ന ഹൈളതകി ലൈസത് ബിയദികി. ഋതുമതി നിന്റെ ഹൈളുകാരി എന്ന് പറയുന്നത് നിന്റെ ഹൈളുള്ളത്. എടേ ആയിഷ, എടേ ആയിഷ. ഹൈലുകാരി പെണ്ണുങ്ങളെ, മെൻസസ് പീരിയൽ ഭാര്യമാരെ തടയുന്നവരെ, വലിച്ചെറിയുന്നവരെ, അവരെ ഒഴിവാക്കുന്നവരെ, അവരെ മട്ടുപ്പാവിലേക്ക് മാറ്റി കിടത്തുന്നവരെ, ഋതുമതിയായ പെണ്ണ് പാചകം ചെയ്തു തരുന്ന ഭക്ഷണം കഴിക്കാത്ത ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ താക്കീത്, അവളോട് ശാരീരിക ബന്ധം, ലൈംഗിക വീഴ്ച ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർത്തൃ ബന്ധം ലോകത്ത് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഇങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ എന്തായിരിക്കും സംഭവം? ബഹുമാനമുള്ള സഹോദരൻ, ഫാത്തിമ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒന്നും നീ കുറ്റം പറയരുത്, അദ്ദേഹത്തെ നീ സഹിക്കുക. ഇറങ്ങി വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ പറഞ്ഞു, വല്ലാഹി ലാ അഷ്കു അന്നക അങ്ങേക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇനി മേലിൽ ഞാൻ പറയുകയില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് ഇനി വെറുപ്പുണ്ടാകുന്ന ഒരു വാക്കും ഞാനും ഇനി പറയൂല. ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഭർത്താക്കന്മാരുടെ കടമ നാളെ നമ്മൾ ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള കടമ ഇത് തീർന്നിട്ടില്ല. ഈ ഭർത്താക്കന്മാരുടെ കടമ ഇനിയുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കുടുംബ ജീവിതമാണ്. കാരണം നമ്മളിവിടെ ഒരു വലിയ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ വൈവാഹിക ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന നമുക്ക് എന്താണ് വിവാഹ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒന്നാമത്തെ കരാറ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതെന്താണ്? ഞാൻ
എൻ്റെ സ്വഭാവത്തിനും എൻ്റെ കൽപ്പനയ്ക്കും വിധേയയാകാത്ത ഒരു പെണ്ണാണ് എൻ്റെ ഭാര്യയെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കേണ്ടതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല എങ്കിൽ നല്ല നിലയിൽ മാന്യമായ മാർഗത്തിൽ ഇസ്ലാമിൻ്റെ കൽപ്പന പ്രകാരം വിധി നിയമപ്രകാരം മാന്യമായ നിലയിൽ ഞാൻ അവളെ മൊഴി ചൊല്ലിക്കൊള്ളാം. അതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അവളെ മൊഴി ചൊല്ലേണ്ടി വരുന്നത്? എന്താണ് അവളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്? അതുകൊണ്ട് ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണ്? അത് നാളെ പറഞ്ഞിട്ട് മരണത്തിന്റെ വിഷയം ചർച്ച ചെയ്ത് തീർത്ത് ഇൻഷാ അല്ലാ ദുആ ചെയ്ത് പിരിയാം. നാളെ കൃത്യം 8:30 അല്ലേ? 8:30 തന്നെ വരണം. എന്നാൽ എനിക്ക് കൂടുതൽ സമയം കിട്ടും. ഇല്ലെങ്കിൽ സമയം കിട്ടില്ല. കൂടുതൽ പ്രഭാഷണം ഇശാ നിസ്കാരം കഴിഞ്ഞ പാടെ എല്ലാവരെയും ബാക്കിയുള്ളവരെയും വിളിച്ചു കൊണ്ടുവരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഒരുമിച്ച് കൂടലും ഈ സംഗമവും ഈ സമ്മേളനവും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കാര്യമായി നാളെ ഒരു ദുആ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് സഹോദരിമാർ സ്വർണം തന്നിട്ടുണ്ട്. എല്ലാ വിഷമങ്ങളും മാറാൻ ഹലാലായ മുറാദ് ഹാസിലാകാൻ സറീന ഹക്കീം സ്വർണത്തിന്റെ 2 കമ്മൽ. അൽഹംദുലില്ലാ, പേര് പറയാത്തൊരു സ്ത്രീ തടി സുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സ്വർണത്തിന്റെ 1 കമ്മൽ. കുലു തക്ബീർ. കാര്യമായ നിലയിൽ നാമീം പറയണം. പുണ്യമായ ഹദീസുകളെ ഓതിയ ഈ സദസ്സ് ഈ സഹോദരി സഹോദരങ്ങൾക്ക് അവർക്ക് അവരുടെ മാനസികമായ പ്രയാസങ്ങളെ വിഷമങ്ങളെ മാറിക്കിട്ടണം. അതിൻ്റെ ഒരു നിയ്യത്താണിത്. നമ്മൾ ഈ സാധുക്കളായ പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിയും ഇവിടെ സന്നിഹിതരായ ആലിമീങ്ങളും ഈ സഹോദരങ്ങളും നല്ലവരായ നാട്ടുകാരും അവിടെ സാന്നിധ്യം നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കും. നമ്മൾ പിരിക്കാതെ തന്നെ ഇഷ്ടം പോലെ പൈസ കിട്ടി. ഇനിയിപ്പോൾ പിരിക്കുകയും കൂടെ ചെയ്താൽ അതിനേക്കാളും ഡബിൾ കിട്ടും. അൽഹംദുലില്ലാ. നാളെ ഇത്രയും പേർക്ക് ദുആ ഇറക്കാം. ഇന്നിപ്പോൾ ചെറിയ ദുആ, നാളെ നമുക്ക് കാര്യമായിട്ട് ദുആ. കൂടുതൽ താമസിപ്പിച്ചത് കൊണ്ടായി ആളുകളൊക്കെ പോകും. 25-ാം തീയതി കല്യാണം കേട്ടോ. നാളെ എല്ലാവരും ക്ഷണിക്കും ഇൻഷാ അല്ലാഹ്. ഇതിന് നാളെ വരാത്തൊരാളുണ്ട്. 25-ാം തീയതി മറക്കല്ലേ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയിൽ കാര്യമായി 7000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7000 പേർക്ക് അടിച്ചുപൊളി ബിരിയാണി റാഹത്തായിട്ട്. വലിയ പണ്ഡിതന്മാരൊക്കെ വരും, സാംസ്കാരിക നേതാക്കന്മാർ, മന്ത്രി മുനീർ, ഇവരൊക്കെ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കും. എല്ലാവരും നിങ്ങളെല്ലാവരും അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കുടുംബ സാന്നിധ്യം അല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് സഹോദരി സഹോദരങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് വായിക്കുകയുണ്ടായി. ഒരുപാട് പേരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എല്ലാം അള്ളാഹു അറിയുന്നവരാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അവർക്ക് വേണ്ടി കാര്യമായി ദുആ ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദുആക്കളെയും ഈ നസീഹത്തിനെയും ഈ സദഖയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ അറിവിൽ പറഞ്ഞു തന്നത് തൃപ്തിപ്പെട്ടോ? ഖബിൽതു, തൃപ്തിപ്പെട്ടു, റളീതു, ഇഷ്ടപ്പെട്ടു. അവൻ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോവോ? ഇതറിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോവോ? ഇവിടെ പറഞ്ഞു കൊടുക്കോ? അത് മലയാളത്തിൽ ഏതാ പറയുന്നത് അറിയാവോ? എൻ്റെ മകൾ സബീന ബീവിയെ ഇത്ര മഹറിന് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. ഞാൻ അത് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. അതല്ലേ പറയാറുള്ളൂ. അതിലെന്ത് മനസ്സിലായി? അതിന് മുമ്പ് ഒരു വേടുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയോ? അതാണ് കല്യാണം. അതാണ് അല്ലാഹ് പറഞ്ഞത്. ആദ്യമായി ഉസ്താദുമാര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, യുവാക്കളെ, വിവാഹം കഴിച്ചവരെ, കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ, 24-ാം തീയതി 25-ാം തീയതി വിവാഹ സദസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഷണമാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലമുൽ അർവാഹിൽ വെച്ച് 3 കരാർ എടുത്തിട്ടുണ്ട്. കരാർ ബലിഷ്ഠമായ കരാറാണ് വിവാഹം. ബലിഷ്ഠമായ കരാർ. 10 മണിയായി. എത്ര മണി വരെയാ പ്രസംഗം? 10:30 വരെ. ബലിഷ്ഠമായ കരാർ. കല്യാണം ഒന്നും എത്തൂലല്ലോ. ഇത് 10 മണിക്ക് പറഞ്ഞ് എവിടെ അങ്ങ് എത്തൂല. ബലിഷ്ഠമായ കരാർ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ഖുർആനിൽ പറയാൻ, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരാർ എടുത്തിട്ടുണ്ട്. وَإِذَا أَخَذْنَا مِنَ النَّبِيِّينَ وَإِذَا أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ. ബനു ഇസ്രായേലികളിൽ നിന്ന് അല്ലാഹു തആല കരാർ എടുത്തിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അല്ലാഹു കരാർ എടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരിൽ എല്ലാവരിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരാർ എടുത്തിട്ടുണ്ട്.
നബിമാരിൽ നിന്നും വമിൻക നബിയെ അങ്ങിൽ നിന്നും വമിൻ നൂഹിൻ നൂഹ് നബിയിൽ നിന്നും ഈസായിൽ നിന്നും എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു കരാറെടുത്തു. ഇബ്രാഹിം മൂസ ഈസ ഇബ്നു മറിയം വഅഖദ്നാഹും മീസാഖൻ ഗലീളാ. അല്ലാഹു പ്രവാചകന്മാരുടെ ആ കരാറിലൂടെ അല്ലാഹു അവരോട് ഉപദേശിച്ചത്, പടച്ച റബ്ബ് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ദൗത്യം പരിപൂർണമായ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യാപിപ്പിക്കണമേ, പഠിപ്പിക്കണമേ, എത്തിച്ചു കൊടുക്കണമേ, ആ സന്ദേശം അറിയിക്കണമേ. وَأَخَذْنَاهُمْ مِيثَاقًا غَلِيظًا. ബലിഷ്ഠമായ കരാറാണത്. ഇതേപോലെ കരാറാണ് കല്യാണ ദിവസം ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ, ഖാദിമാരുടെ സാന്നിധ്യത്തിൽ ഒരു പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നവവരൻ രണ്ട് കൈകളും രണ്ടുപേരുടെ കൈകളും കൂട്ടിയിണക്കിക്കൊണ്ട് പറയുന്ന കരാർ, ഉസവ്വിജുക, നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു, അലാ മാ അമറല്ലാഹു തആല ബിഹി, അല്ലാഹു കൽപ്പിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാഹു കൽപ്പിച്ച വിധി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു തരുന്നത്. എന്താണ് ആ കരാർ? രണ്ട് കരാർ. മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഈ രണ്ട് കരാർ യുവാക്കൾ മനസ്സിലാക്കിയാൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് ആദ്യ ദിവസം ഈ പയ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ ഉപ്പ പറഞ്ഞു തരുന്നത്. മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നമ്പർ 1 മനസ്സിലാക്കി. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പ പറയുന്നു, എന്റെ മകളെ നിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ വിവാഹം കഴിപ്പിച്ച് നിന്റെ ഇണയാക്കി, സഖിയാക്കി, തുണയാക്കി ഞാൻ തരുന്ന പെണ്ണ്, ഈ പെണ്ണിനെ അടിക്കൂല, തെറി പറയൂല, വേദനിപ്പിക്കൂല, ആവശ്യമില്ലാതെ മൊഴി ചൊല്ലൂല, എടങ്ങേറാക്കൂല, പട്ടിണിക്കിടൂല, ഇങ്ങനെ ഒരു നിലക്കും അവളെ ബുദ്ധിമുട്ടിക്കുക ഇല്ല എന്നുള്ള പരിപൂർണമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു. മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ ദാ പറയാൻ പോവുകയാണ്. അത് പറഞ്ഞു കൊടുക്കുവോ? അങ്ങനെ അറിഞ്ഞിരുന്ന നമ്മൾ പെണ്ണ് കിട്ടുവോ? ഇത് മനസ്സിലാക്കിയിരുന്ന പെണ്ണ് കിട്ടും. മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? ഭരിക്കപ്പെടുന്നവൾ അല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കരാറാണ്, ബലിഷ്ഠമായ കരാർ. ഈ കരാർ ആരുടെ പേർക്കാ നമ്മൾ നിയത്ത് ചെയ്ത് പറയുന്നത്? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബി. അല്ലാഹു കൽപ്പിച്ച ആ കൽപ്പന പ്രകാരം എന്റെ മകളെ നല്ല രീതിയിൽ നീ സംരക്ഷിച്ചു കൊള്ളാം എന്ന ആ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആ പോയിന്റിലേക്ക് കുറച്ച് സമയം ഭർത്താവിന്റെ കടമ ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ പോയിന്റ് പിന്നീട് ഇൻഷാ അല്ലാഹ്. മുആവിയത്ത് ഇബ്നു ഹൈദാർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട സഹാബി തങ്ങളോട് ചോദിക്കുകയാണ്, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. നബിയേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തവും കടപ്പാടും എന്താണ് ഹബീബേ? എന്തടിസ്ഥാനത്തിലാണ് ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ചൊരു ഉപ്പ പറയുന്നത്? അതിന്റെ കാരണം എന്ത്? അടിസ്ഥാനം എന്ത്? എന്താണ് കല്യാണം? എന്താണ് വിവാഹം? സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. ഞങ്ങളുടെ ഭാര്യമാർക്ക് അവരോട് ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തവും കടപ്പാടുകളും എന്തൊന്ന് വിവരിച്ചു തരുമോ നബിയേ? ഒന്നാമത് നബി തങ്ങൾ പറഞ്ഞു, അൻ തുതിഇമഹാ ഇദാ തഇംത. നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണമേ, നീ കഴിച്ചാൽ, നീ കുടിച്ചാൽ അവളെയും കുടിപ്പിക്കണമേ, അവളെയും നീ കഴിപ്പിക്കണമേ. ഒന്നാമത്തെ പോയിന്റ്, പട്ടിണിക്കിടാൻ പാടില്ല. ഭർത്താവ് നല്ല ഭക്ഷണം കഴിച്ചാൽ അതേ ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം തന്നെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം. ഇസ്ലാമിക നിയമമാണത്. അതിന് കഴിവുള്ളവൻ. ഭർത്താവ് വെളിയിൽ പോയിട്ട് നല്ല മട്ടൻ ചാപ്സി, ചില്ലി ചിക്കൻ, ഫഹ്മ്, ബ്രോസ്റ്റ് ഇതൊക്കെ അടിച്ചിട്ട് ഭാര്യ വീട്ടിൽ
ചാള ചാള ചാളയെന്ന് തന്നെ എവിടെയും പറഞ്ഞ മീൻ, കേവലം വില കുറഞ്ഞ സാധനം. മത്തി മത്തി മന്നക്കല മത്തി ഫഹുവമിൻ ഉമ്മത്തി. മത്തി കഴിക്കുന്നവൻ എന്റെ ഉമ്മത്തി പെട്ടവനാണെന്ന് പറഞ്ഞാൽ. അപ്പൊ മത്തി, അതാണ് ഈ മത്തിന്റെ സ്വഭാവം. ഈ പെണ്ണുങ്ങൾക്ക് ഈ മത്തി കൊടുത്തിട്ടല്ലേ അത് വരുന്ന മത്തി എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്ന് അങ്ങ് ദൂരെ വിജയവാഡ എന്നൊക്കെ വരുമ്പോ തന്നെ മൂന്നാം പാത്തിയൊക്കെ കഴിഞ്ഞതായിരിക്കും. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കുടലൊക്കെ വെളിയിൽ കിടക്കുക. അതൊക്കെയാണ് നമ്മുടെ താത്താമാര് തിന്നുക. നമ്മളോ ഇച്ചാമാരോ വല്ല ഹോട്ടലില് ഫ്രഷ് സാധനം 87 വരട്ടെ, AK-47 വരട്ടെ, അത് നല്ല ഉണ്ടയുള്ളതാക്കി തരട്ടെ, അങ്ങോട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ച് തിന്നിട്ടാണ് ഈ മത്തി തിന്നുന്ന ഈ പെണ്ണിന്റെ അടുക്കൽ പോണത്. ഇത് ന്യായമാണോ? ഇവിടെ എനിക്കറിയില്ല കേട്ടോ. ഇവിടെ അടിച്ചുപൊളി ചാപ്പാട് ഇത് കാണുമ്പോഴേ എനിക്ക് തലവെരുപ്പാണ്. ഞാനിവിടെ വരുമ്പോൾ ആദ്യം പറയും എനിക്കിതൊന്നും വേണ്ട, എനിക്ക് കഞ്ഞി മാത്രം മതിയേ. കാരണം ഇത് കണ്ട് എൻ്റെ തല പെരുത്തുപോയി. ഇവിടുത്തെ ഫ്രിഡ്ജിലൊക്കെ എപ്പോഴും കോഴിക്കാൽ ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്, മോർച്ചറിയിലുള്ള സാധനം ഇരിക്കുന്നത് പോലെ. ഈ സാധനം ഇങ്ങനെ നിറച്ച് ഇവിടുത്തെ ഒക്കെ ഫ്രിഡ്ജ് നിറച്ചിരിക്കുക. കോഴിക്കാലിന്റെ കാര്യം ഉസ്താദ് രാത്രി 12 മണിക്ക് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരോട്, പക്ഷെ പൂളയുടെ കാര്യം പറഞ്ഞാൽ നടക്കൂല. ഈ സാധനം ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന് വിലയില്ല, വില കൂടിയ സാധനം ഏത് സമയത്തും ഒക്കെ. അപ്പൊ ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള തൃപ്തിപ്പെട്ട ഭക്ഷണം കൊടുക്കണം. നബി തങ്ങളുടെ വാക്കാണ്, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കും. നീ പട്ടിണിയാണോ, അവളും പട്ടിണി കിടക്കണം. അവളുടെ ഉത്തരവാദിത്വം ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു തരാം. നീ നല്ല പോലെ കഴിച്ചാൽ അവൾക്കും അതേപോലെ കൊടുക്കണം. ജോലിയൊക്കെ കഴിഞ്ഞു വരുന്നു, ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ അടിച്ചു. എന്റെ ഭാര്യയ്ക്ക് മസാല ദോശ ഇഷ്ടം. അവിടെ നിന്നുകൊണ്ട് ഒന്ന് കറക്കണം. മസാല ദോശ എനിക്ക് വേണോ? ഞാൻ കഴിച്ചോണ്ടിരിക്കുക. ഇല്ല, നിങ്ങൾ കഴിച്ചിട്ട് വരെ. ഞാനിവിടെ പത്തല് കഴിച്ചു. പത്തല് തന്നെ അതിങ്ങനെ അടുക്കി ഫ്രിഡ്ജിനകത്ത് അതും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പളെ ചൂടാക്കി തിന്നാൻ. അപ്പൊ അങ്ങനെ പത്തല് കഴിച്ചു. നിങ്ങൾ വാങ്ങി കഴിച്ചോളി. ഇജാസത്ത് കിട്ടിയാൽ ഉഷാറായിട്ട് കഴിച്ചോളി. ഇല്ലെങ്കിലും എല്ലാം ഒരു പാർസൽ കൂടെ വാങ്ങിക്കൊണ്ട് അവൾക്ക് കൊടുക്കുക. നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കുക. നീ ധരിച്ചാൽ, വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നല്ല വസ്ത്രം ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നല്ല വസ്ത്രം നീ ധരിക്കുമ്പോൾ, നീ നല്ല അടിച്ചു പൊളിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്ക് ഒരുമാതിരി കീറിയ പാൻറ് വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. കാരണം എന്താ? ഇന്ന് മൊത്തം കീറിയ പാൻറ്റുകളാണ്. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. ഇവിടെ എല്ലാം പർദ്ദയാ. പക്ഷെ പർദ്ദ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ബോഡി ഷേപ്പ് പർദ്ദയായിപ്പോയി. നാളെ ലാസ്റ്റ് ദിവസം ആ പെണ്ണുങ്ങളെ കരയിപ്പിച്ചിട്ട് വിട്ടാ വരൂല. നാളെ ഉണ്ട് വിഷയം, നാളെ ഉണ്ടല്ലോ. നാളെ മരിപ്പിച്ചിട്ടല്ലേ വിടുള്ളൂ എല്ലാരെയും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ഇരുന്ന് തന്നാ മതി. എത്ര പാവം കിട്ടി മൊത്തം? ലാസ്റ്റ് ബില്ല് കൊടുക്കും ഇത് കഴിച്ചിട്ട്. അപ്പോ രണ്ടാമത്തെ ഉത്തരവാദിത്തം ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ചുള്ള വസ്ത്രമാണ്. അല്ല നീ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യലല്ല വേണ്ടത്. ഇന്ന് അങ്ങനെയാണ്. നമ്മുടെ ഈ കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ് അങ്ങനെ ആയിരിക്കും അല്ലേ? കണ്ണൂർ ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തലശ്ശേരിയിലൊക്കെ പഠിച്ചില്ല. അവളങ്ങനെ അങ്ങോട്ട് വണ്ടി വിളിക്കുക, കയറ്. അവൾക്ക് അങ്ങനെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആയത്ത് ഹദീസ് പോയി തന്നെ പറയുള്ളൂ, ഞാൻ വെറുതെ ഞാൻ പറയില്ല. മനസ്സിലായിക്കോ? നബി തങ്ങളുടെ വാക്ക്. സ്വർഗത്തിൽ പോണോ? നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും ഈ കല്യാണം എന്തിനാണ്? സ്വർഗത്തിൽ പോകാനല്ലേ, അല്ലാതെ ഇവിടെ അടിച്ചു പൊളിക്കാനാണോ? അല്ല, സ്വർഗത്തിലെത്താനാണ്. അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്വസ്ഥമായിട്ട് ഇരുന്നതാ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത് വസ്ത്രം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം. ഭർത്താവിന്റെ തൃപ്തിക്കുള്ള വസ്ത്രമാണ് ഭാര്യയ്ക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത്. ഇന്ന് ഒരുമാതിരി ഇറുകിയ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഗ്രീസ് പുരട്ടണം ശരീരത്തിൽ. ഗ്രീസ്, വണ്ടിയുടെ ഗ്രീസ് പറ്റല്ലേ താഴോട്ട് പോകുള്ളൂ. അത്രയ്ക്ക് ഇറുകിയ വസ്ത്രങ്ങളാണ് ഇന്ന് നമ്മുടെ സഹോദരിമാര് ധരിക്കുക. ഒന്നാമത് കൊടും ചൂട്. കാസർഗോഡ് ജില്ലയിൽ, ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ. അള്ളാഹു ഈ നാട്ടിൽ നീ മഴ കൊടുക്കണേ പടച്ചവനെ. വെള്ളമില്ല, പള്ളിയിലൊന്നും വെള്ളമില്ല. പരിപാടി ഞങ്ങൾക്ക് ഒരു ദിവസം ക്യാൻസൽ ആയാലും കുഴപ്പമില്ല, നീ നല്ല മഴതാ പടച്ചവനെ. റബ്ബേ, റഹ്മാനായ റബ്ബേ. അത് സങ്കടരാമ്യം പറയൂല. അതെന്താ നിങ്ങൾ ആമ്യം പറയാത്ത? നമ്മുടെ അബ്ബാസിക്ക നിങ്ങളെന്താ ആമ്യം പറയാത്ത? മഴയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇന്ന് തുടക്കത്തിലെ ദുആയിരുന്നു മഴയ്ക്ക് വേണ്ടി. അള്ളാഹു ഭയങ്കര ചൂട്, അള്ളാഹു നീ മഴ നൽകണേ പടച്ചവനെ. അത് വലിയ അനുഗ്രഹമാണ് റഹ്മാനെ. ഈ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഈ പുണ്യമായ സദസ്സിൽ അവരുടെ ബർക്കത്ത് കൊണ്ട്, ഈ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ ഈ നാട്ടിൽ നീ മഴയും വെള്ളവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ കുതിർത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റബ്ബേ. വെള്ളമില്ല പടച്ചവനെ. കുട്ടികളും കാലികളും വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ദാഹിക്കുന്നു പടച്ചവനെ, കഷ്ടപ്പെടുന്നു റബ്ബേ. നിന്റെ അനുഗ്രഹം ഒന്ന് ചൊരിയണേ നാഥ. എത്രയോ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് പടച്ചവനെ. റബ്ബേ, നിന്റെ അനുഗ്രഹം നീ നാട്ടിലേക്ക് ചൊരിയണേ പടച്ചവനെ. നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ പാവങ്ങളെല്ലാം നിന്റെ മുന്നിൽ പറഞ്ഞു
പറഞ്ഞ് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കുട്ടികളോട്, ഞങ്ങളുടെ മൃഗങ്ങളോട്, ഞങ്ങളുടെ സസ്യങ്ങളോട്, ഞങ്ങളുടെ വൃക്ഷങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് ആവശ്യമായ അനുകൂലമായ നിലയുള്ള മഴയും വെള്ളവും നൽകി ഞങ്ങളെ നീ സമാശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ഇടയ്ക്ക് ഇങ്ങനെ ദുആ അത് കബൂലാവും ഇൻഷാ അല്ലാഹ്. നമുക്ക് മഴ കിട്ടിയ വലിയ സന്തോഷമല്ലേ. അള്ളാഹു അത് കബൂലാക്കി തരുമാറാകട്ടെ. കാരണം നമ്മൾ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അപ്പം അതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. വലിയ സഹായം അള്ളാഹു നമുക്ക് തരുന്നു. അതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് വെള്ളം തരും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളി. അപ്പോൾ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ പോയി വസ്ത്രം എടുക്കരുത്. ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വസ്ത്രം, അപ്പോൾ മോഡേൺ വസ്ത്രം വാങ്ങിക്കൊടുക്കാതെ അവളുടെ ഔറത്ത് മറിഞ്ഞു കിടക്കുന്ന മാന്യമായ വസ്ത്രം ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി ഭർത്താവ് വാങ്ങിക്കൊടുക്കട്ടെ. രണ്ടാമത്തെ ഉത്തരവാദിത്വം. 3 അവളുടെ മുഖത്ത് നീ അടിക്കരുതേ, അവളെ വേദനിപ്പിക്കരുതേ. അടി ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിയുണ്ട് ഭാര്യയ്ക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഓക്ക് 2 കൊടുത്താലേ പറ്റുള്ളേ. അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു വീരനായിരുന്നു, വില്ലനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. മക്കക്കാരികളായ പെൺകുട്ടികൾ ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ദഇർനൻ നിസാഉ അലാ അസ്വാജിഹിൻ. ഭർത്താക്കന്മാർ, ഈ നാട്ടിലുള്ള ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാരുടെ മേൽ കയർത്തു സംസാരിക്കുന്നു നബിയെ. അതുകൊണ്ട് അവരെ അടിക്കാൻ അനുവാദം നൽകണം ഹബീബേ. അവരെ അടിക്കാനുള്ള അനുവാദം അവിടുന്ന് നൽകണം യാ റസൂലല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ട താമസം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫറഖസ ബിളർബിഹിൻ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ അടിക്കാനുള്ള അനുവാദം നൽകി. തട്ടിക്കോ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ അനുവാദം കിട്ടിയാൽ വിടുവോ? സാധനം ആരാ അത്? കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർകോട്ടേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു. കാസർകോട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ശൈത്താൻ വരുന്നു പറഞ്ഞാൽ ശൈത്താൻ കാസർകോട്ട് നിന്ന് മംഗലാപുരം വഴി നേരെ ബാംഗ്ലൂരോ മൈസൂറോ ചാടിക്കളയും. കാരണം എന്താ? ഉമറിനെ പേര് കേട്ടാൽ തന്നെ പേടിയാ ശൈത്താൻ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പത്തിയുമായി വരികയാണ്. എന്തിന്? അടിക്കാൻ. കൊടുത്തില്ലേ അടി ഭാര്യമാരെ. ആടി മക്കാരായ സഹാബാക്കൾ മുഴുവൻ അങ്ങോട്ട് തുടങ്ങി ആടി ഭാര്യമാരെ. എന്ന് പറഞ്ഞാൽ കയർത്തങ്ങോട്ട് സംസാരിക്കണം. ഇന്നും അറബിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയോ? ഗൾഫിൽ പോകുന്ന പെൺകുട്ടികൾ, ഗൾഫിൽ പോകുന്നവർക്കറിയാം അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം. അറബികൾ പൈസ ആദ്യം വാങ്ങിയിട്ട് പൈസ കൊണ്ടുപോകുന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് ആദ്യം എന്ന് പറഞ്ഞിങ്ങനെ ഒറ്റ പിടിയാ. അതിനു മുമ്പ് 5000-16 റിയാൽ കിട്ടിയാൽ ഒരു 4000 റിയാൽ വണ്ടിയുടെ സീറ്റിൽ ഒളിപ്പിച്ച് വെക്കും ഭർത്താക്കന്മാര്. 6000 റിയാൽ പോക്കറ്റിൽ വെക്കും. കാരണം എന്താ? പോയ ഉടനെ കയറിഞ്ഞ് പിടിക്കും അത്. അങ്ങനെയാണ് അവിടെ. അപ്പൊ അത്രയ്ക്കും കയർത്ത് അറബികളുടെ ഒരു സംസ്കാരമായിരുന്നു. അങ്ങനെ കയർത്ത് സംസാരിക്കുമായിരുന്നു.